ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും മാസ്റ്റർ പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഇന്നത്തെ വീഡിയോയുടെ തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ പലർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്താണ് ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്നുള്ളത്. ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങി PSC എക്സാം എഴുതാൻ പറ്റാത്തൊരവസ്ഥ വന്നു. ഇനി ആ ഒരു PSC എക്സാം എഴുതാൻ അവസരമുണ്ടാകുമോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് PSCയിൽ നിന്നുള്ള മറുപടി എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം PSC എക്സാം പല ഘട്ടങ്ങളിലായിട്ടാണ് നടക്കാറുള്ളത്. 10th ലെവലാണ് എന്നുണ്ടെങ്കിൽ 5 ഘട്ടങ്ങളിലായിട്ടും, ഡിഗ്രി ലെവലാണ് എന്നുണ്ടെങ്കിൽ 3 ഘട്ടങ്ങളിലായിട്ടാണ് എക്സാം PSC നടത്താറുള്ളത്. 10th ലെവലാണെന്നുണ്ടെങ്കിൽ 5 അതിലധികമോ നടത്താറുണ്ട്. ഡിഗ്രി ലെവലാണ് എന്നുണ്ടെങ്കിൽ 3 അതിലധികമോ തവണ എന്ത് ചെയ്യാറുണ്ട്, ഘട്ടങ്ങളായിട്ട് നടത്താറുണ്ട്. PSCയുടെ അവസാനഘട്ട എക്സാമുകളിൽ ചില കാരണങ്ങളാൽ PSC എക്സാം എഴുതാൻ കഴിയാതെ പോയ ഉദ്യോഗാർത്ഥികൾക്ക് അവസാന ഘട്ടത്തിൽ ആ നഷ്ടപ്പെട്ട എക്സാം എഴുതാൻ PSC അവർക്ക് അനുവാദം നൽകാറുണ്ട്. അവസാനഘട്ട എക്സാം നടത്തുന്നതിന് മുമ്പായി ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും അറിയിപ്പുകളും PSCയുടെ ഔദ്യോഗിക സൈറ്റിൽ പ്രസിദ്ധീകരിക്കാറുണ്ട്. ഇനി ഈ പറയുന്ന സാഹചര്യങ്ങളാൽ പരീക്ഷ എഴുതാൻ കഴിയാതെ പോയവർക്കാണ് അവസാന ഘട്ടത്തോടൊപ്പം PSC അവർക്ക് പരീക്ഷ എഴുതാൻ അനുവാദം നൽകാറുള്ളത്. 1. അപകടത്തെ തുടർന്ന് ചികിത്സയിലുള്ളവർ. 2. അസുഖബാധിതരായിട്ടുള്ളവർ. 3. PSC പരീക്ഷ ദിവസം മറ്റ് പ്രധാന പരീക്ഷയുള്ളവർ തുടങ്ങിയ അടിയന്തര സാഹചര്യങ്ങളിൽ പരീക്ഷ എഴുതാൻ കഴിയാത്ത ഉദ്യോഗാർത്ഥികൾക്കാണ് PSC അവസാന ഘട്ടത്തിൽ അവസരം നൽകാറുള്ളത്. ഇതിനായി ഒരു പ്രത്യേക അറിയിപ്പ് PSCയുടെ ഔദ്യോഗിക സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ഈ അറിയിപ്പ് പ്രസിദ്ധീകരിച്ചതിന് ശേഷമാണ് അപേക്ഷ നൽകേണ്ടത്. മാത്രമല്ല, ഏതെല്ലാം സാഹചര്യത്തിൽ പരീക്ഷ എഴുതാൻ കഴിയാതെ പോയവർക്കാണ് വീണ്ടും അവസരം ലഭിക്കുക എന്നത് കൃത്യമായിട്ട് ആ അറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ടാകും. ആ സാഹചര്യത്തിൽ ഉൾപ്പെട്ടവർക്ക് മാത്രമാണ് അവസാനഘട്ട പരീക്ഷയിൽ അവർക്ക് അവസരം ലഭിക്കുക. ഇനി നമ്മുടെ ചോദ്യം, ട്രാഫിക് ബ്ലോക്ക് കാരണം പരീക്ഷ എഴുതാൻ കഴിയാത്തവർക്ക് അവസാനഘട്ട എക്സാമിൽ പരീക്ഷ എഴുതാൻ അവസരം ലഭിക്കുമോ എന്നുള്ളതാണ്. ഇത്തരത്തിൽ ട്രാഫിക് ബ്ലോക്ക് കാരണം പരീക്ഷ നഷ്ടപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വീണ്ടും ഒരവസരം PSC കൊടുക്കാറില്ല എന്നുള്ളതാണ്. PSCയിൽ നൽകുന്ന അറിയിപ്പുകളിലൊന്നും ഇതുമായി ബന്ധപ്പെട്ട ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, PSC പരീക്ഷയുള്ള ദിവസങ്ങളിൽ പരമാവധി വീട്ടിൽ നിന്നും നേരത്തെ ഇറങ്ങാൻ നോക്കുക. അതുപോലെ തന്നെ 1-2 മണിക്കൂർ ബ്ലോക്കിൽ പെട്ട് കഴിഞ്ഞാലും പരീക്ഷ ദിവസം പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പായിട്ട് സ്കൂളിലെത്തുന്ന രൂപത്തിലായിരിക്കണം വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത്. ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ഉദ്യോഗാർത്ഥികളും ശ്രദ്ധിക്കുക. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പല കാരണങ്ങളാൽ PSC പരീക്ഷ എഴുതാൻ കഴിയാതെ പോയവർ, അതായത് PSC പരീക്ഷയുള്ള ദിവസം അപകടത്തെ തുടർന്ന് ചികിത്സയിലുള്ളവരും അന്നത്തെ ദിവസം മറ്റ് അസുഖം ബാധിച്ചിട്ടുള്ളവരും ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ, ഡോക്ടറെ കാണിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ്, മറ്റ് രേഖകളൊക്കെ അവർ നൽകുന്ന അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതുണ്ട്. ആ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം PSC അംഗീകരിച്ചാൽ മാത്രമേ നമുക്ക് അവസാന ഘട്ടത്തിൽ പരീക്ഷ എഴുതാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ PSC പരീക്ഷയുള്ള ദിവസം മറ്റു പ്രധാന പരീക്ഷയുള്ളവർ നിങ്ങൾ എഴുതിയിട്ടുള്ള പരീക്ഷയുടെ ഹാൾ ടിക്കറ്റും അതുമായി ബന്ധപ്പെട്ട രേഖകളും അപേക്ഷയോടൊപ്പം സമർപ്പിച്ചാൽ മാത്രമേ അവസാന ഘട്ടത്തിൽ പരീക്ഷ എഴുതാൻ അവസരം ലഭിക്കുകയുള്ളൂ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് സംശയമുള്ളവർ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ നമ്പർ ഞാനിതിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ വാട്സപ്പ് മെസ്സേജായിട്ടോ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.